നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പെട്ടിപൊട്ടിക്കാൻ മണിക്കൂറുകൾ ശേഷിക്കെ ഭീതിയിലാണ് വടകര. വോട്ടെണ്ണൽ കേന്ദ്രത്തിന് സമീപം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. പ്രശ്നബാധിത മേഖലകളിൽ പ്രത്യേക സേനാ വിന്യാസം. എവിടെ പൊട്ടുമെന്ന ഭയപ്പാടിലാണ് പോലീസും. വൻ ജാഗ്രതയാണ് വടകരയിൽ. രാഷ്ട്രീയ പോരിനപ്പുറം വ്യക്തിപരമായി സ്ഥാനാർത്ഥികൾക്ക് നേരെ കടന്നാക്രമണം നടന്നു വടകരയിൽ. ഇരു സ്ഥാനാർത്ഥികളും ഇഞ്ചോടിഞ്ച് പോര്. അതിനുമപ്പുറം ജാതിയും മതവും പറഞ്ഞ് പ്രചാരണവും നടന്നു. കാഫിർ പ്രയോഗവും മോർഫ് ചെയ്ത വീഡിയോയും വൻ വിവാദം കത്തിച്ച മണ്ഡലം. അതിനപ്പുറം പാനൂരിൽ പൊട്ടിയ ബോംബിൽ ഇളകി മറിഞ്ഞ മണ്ഡലം. വോട്ടെണ്ണാൻ മണിക്കൂറുകൾ ശേഷിക്കെ ഭീതിയുടെ മുൾമുനയിലാണ് വടകര. വൻകരയിൽ ആര് കാലുറപ്പിക്കും എന്ന വൻ സസ്പെൻസ് പൊട്ടാൻ മണിക്കൂറുകളാണ് ഇനിയുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിനത്തിൽ വടകരയിൽ പ്രത്യേക സേനാ വിന്യാസം നടത്തുമെന്ന് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പറഞ്ഞു. വടകരയിലെ ആഹ്ലാദ പരിപാടികൾ നേരത്തെ അറിയിക്കണം. അതീവ പ്രശ്നബാധിത മേഖലകളിൽ കൂടുതൽ പോലീസുകാരെ നിയോഗിക്കുമെന്നും കളക്ടർ അറിയിച്ചു. വോട്ടെണ്ണൽ കേന്ദ്രമായ വെള്ളിമാടുകുന്ന് JDT ഇസ്ലാം എഡ്യൂക്കേഷണൽ കോംപ്ലക്സിന് സമീപം വൈകിട്ട് മുതൽ നാളെ രാവിലെ വരെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വാശിയേറിയ പോരാട്ടം നടക്കുന്ന വടകരയിൽ അതീവ ജാഗ്രതയിലാണ് പോലീസ്. നാദാപുരത്തും കല്ലാച്ചിയിലും റൂട്ട് മാർച്ച് നടത്തി. പ്രകടനങ്ങൾ വൈകിട്ട് 7 മണിയോടെ അവസാനിപ്പിക്കണമെന്ന് നേരത്തെ സർവകക്ഷി യോഗത്തിൽ തീരുമാനമായിരുന്നു. അക്രമ സംഭവങ്ങൾ ഒഴിവാക്കുന്നതിനായി നാദാപുരത്ത് 50 പിക്കറ്റ് പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. 2 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിൽ 300ഓളം പോലീസുകാരെ ഇവിടെ നിയോഗിച്ചു. വടകരയിൽ വിജയമുണ്ടാകുമെന്ന് ഉറപ്പിച്ച് ഇടത് സ്ഥാനാർത്ഥി KK ശൈലജ. വടകരയിൽ തോൽക്കണമെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി നടക്കണം. അങ്ങനെ ഒരു അട്ടിമറി നടന്നോ എന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല എന്നാണ് KK ശൈലജ പ്രതികരിച്ചത്. ഭൂരിപക്ഷത്തെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് നടക്കാൻ പാടില്ലാത്ത ധ്രുവീകരണ പ്രവർത്തനങ്ങളാണ് UDFന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നും ഒരു ഭാഗത്ത് വോട്ട് പർച്ചേസിനുള്ള പരിശ്രമം നടന്നുവെന്നും ശൈലജ കുറ്റപ്പെടുത്തി. എക്സിറ്റ് പോൾ പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയില്ല. പലപ്പോഴും എക്സിറ്റ് പോളിനെതിരായിട്ടാണ് ഫലം വന്നിട്ടുള്ളത്. പാർട്ടിയുടെ വിലയിരുത്തലിൽ ഇടതുപക്ഷത്തിന് നല്ല വിജയം ഉണ്ടാകുമെന്നും KK ശൈലജ പറഞ്ഞു. വടകരയിൽ ഇക്കുറിയും ഷാഫിയോടല്ല, അതിനുമപ്പുറം TP ചന്ദ്രശേഖരനോടാണ് CPM പൊരുതിയത്. TP ചന്ദ്രശേഖരന്റെ പേര് പറഞ്ഞു തന്നെയാണ് UDF വടകരയിൽ കളത്തിൽ ഇറങ്ങിയതും. തോൽക്കുകയാണെങ്കിൽ അത് TP ചന്ദ്രശേഖരനോട് തന്നെയാണ്. ഇത് പിണറായി വിജയന്റെ മുഖത്തേൽക്കുന്ന അടിയായിരിക്കും. എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിക്കാൻ വേണ്ടിയാണ് CPM KK ശൈലജയെ തന്നെ വടകരയിലിട്ടത്. KK ശൈലജയുടെ ജനസമ്മതി അത് മുതലാക്കാനാണ് CPM ശ്രമിക്കുന്നത്. പ്രചാരണം തുടങ്ങിയതു മുതൽ വിവാദങ്ങൾക്ക് തെല്ലും കുറവില്ലായിരുന്നു വടകരയിൽ. കേരള രാഷ്ട്രീയത്തിലെ 2 തലപ്പൊക്കമുള്ള നേതാക്കൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്നതിൽ കവിഞ്ഞ പ്രാധാന്യമുണ്ട് വടകരയ്ക്ക്. TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടിട്ട് 12 വർഷം കഴിഞ്ഞുവെങ്കിലും ആ രാഷ്ട്രീയ ഷോക്ക് ഇന്നും വിട്ടുമാറിയിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം കാഴ്ചവെച്ച ജനകീയ നേതാവായ ശൈലജയെ പാർട്ടി വേണ്ടവിധം പരിഗണിച്ചില്ലെന്ന പരാതിയും സജീവമാണ്. പാലക്കാട് MLA ആയ ഷാഫി പറമ്പിൽ വിജയിച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അവിടെ സീറ്റ് നഷ്ടമാകുമെന്ന് പ്രചാരണവും ശക്തമാണ്. ഇത്തരം നിരവധി ഘടകങ്ങളുണ്ട് വടകരയുടെ വിജയം നിശ്ചയിക്കാൻ. ആ കാത്തിരിപ്പിലാണ് കേരളം. എന്ത് വില കൊടുത്തും വടകര പിടിക്കാനാണ് പൊതു സമ്മതയായ ശൈലജയെ രംഗത്തിറക്കിയത്.